ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനാനവലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീനാണ്. അതായത് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിങ്ങൾ കണ്ടതുപോലെ തന്നെ കൈവച്ചാൽ സാനിറ്റൈസർ വരുന്ന ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീനാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നേരെ വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീന് വേണ്ട ചെറിയ ചെറിയ ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ്, അതായത് ചെറിയ ചെറിയ ഇലക്ട്രോണിക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു സബ്മറൈൻ വാട്ടർ പമ്പാണ്. അതായത് 6 വാൾട്ടിൻ്റെ ഒരു DC മോട്ടറാണിത്. നമുക്ക് നമ്മുടെ വെള്ളത്തിലൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് DC മോട്ടറാണിത്. പിന്നെ നമുക്ക് വേണ്ടത് IR പ്രോക്സിമിറ്റി സെൻസർ, അതായത് IR സെൻസറാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സെൻസറിന് ഏകദേശം ഒരു 70 രൂപയെ വില വരുന്നുള്ളൂ. ഇതിൻ്റെ മുന്നിൽ നമുക്കൊരു ട്രാൻസ്മിറ്ററും റിസീവറും കാണാം. പിന്നെ നമുക്ക് വേണ്ടത് ടിപ്പ് 32C ട്രാൻസിസ്റ്ററാണ്. പിന്നെ നമുക്കൊരു 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ, അതായത് ഒരു 1K റെസിസ്റ്റർ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീന് വേണ്ട ചെറിയ ചെറിയ ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് മച്ചന്മാരെ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഒരു ട്യൂബാണ്. നമ്മുടെ വീട്ടിലൊക്കെ വാട്ടർ ലെവലൊക്കെ നോക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ട്യൂബാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ഈ ഒരു ട്യൂബ് നമ്മുടെ സബ്മറൈൻ വാട്ടർ പമ്പിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ ആവശ്യത്തിനുള്ള പൈപ്പ് ബാക്കി വെച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഈ ഒരു ഡബ്ബയാണ്, അതായത് ഈ ഒരു കണ്ടെയ്നർ ജാറാണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടത്. ഇതിപ്പോൾ ഒരു 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെയ്നർ ജാറാണ്, അതായത് 1 ലിറ്റർ വെള്ളമൊക്കെ കൊള്ളുന്ന ഒരു ടൈപ്പ് കണ്ടെയ്നർ ജാറാണ്. അപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ നമ്മളെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന ഹോർലിക്സിൻ്റെയോ ബൂസ്റ്റിൻ്റെയോ ബോട്ടിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സാനിറ്റൈസർ നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യാനുള്ളത് നമ്മൾ ഈ പൈപ്പ് ഇട്ട് വെച്ച നമ്മുടെ ഈ സബ്മറൈൻ വാട്ടർ പമ്പ് നമ്മുടെ ഈ ഒരു ഡബ്ബയിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു കണ്ടെയ്നർ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിൽ നിന്ന് വരുന്ന പൈപ്പ് നമുക്ക് ഇതിലൂടെ പുറത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഡബ്ബയുടെ മുകളിലൊരു ഹോൾ ഇടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഡ്രില്ലറാണ്. അപ്പോൾ നമ്മുടെ ഡ്രില്ലർ വെച്ച് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേ നമ്മളൊരു ഹോളിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ ഡബ്ബയുടെ സെൻറ്ററിലായിട്ട് നമ്മളൊരു ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ഈ ഒരു മോട്ടോറിൻ്റെ ഈ ഒരു വയറ് പോകാൻ പാകത്തിന് നമുക്കൊരു ചെറിയ ഹോളും കൂടി നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ മോട്ടറിൻ്റെ വയറ് പോകാൻ വേണ്ടി നമ്മളൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ, ഇതേ നമ്മുടെ ഈ ഒരു ഡബ്ബയുടെ മൂടിയിൽ നമ്മൾ ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർ ലെവൽ നോക്കാൻ വെച്ച നമ്മുടെ ഈ പൈപ്പ്, അതായത് നമ്മുടെ മോട്ടറിന് കണക്ട് ചെയ്ത് നമ്മുടെ ഈ പൈപ്പ് നമ്മുടെ ഈ വലിയ ഹോളിലൂടെ ഇട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതേ നമ്മളിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ചെറിയ വയറും കൂടി ഇതിൽ വരുന്നുണ്ട്, അതും കൂടി നമുക്ക് ഇതിലൂടെ എടുത്തിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഈ ഒരു ചെറിയ വയറും കൂടി നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇട്ട് പുറത്തേക്ക് എടുക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ഇതേ നമ്മുടെ ഈ ഡബ്ബയിൽ വെച്ച് നമ്മളിത് അടപ്പിട്ട് കൊടുക്കാൻ പോയാണ്. അപ്പോൾ നമ്മളിത് അടപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മോട്ടോറിൻ്റെ ആ വയറും അതുപോലെ തന്നെ ആ പൈപ്പും ഒന്ന് ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ ഈ ഒരു പൈപ്പ് സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പോൾ ഇതൊന്ന് സ്റ്റേബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്കൊരു കെട്ട് കമ്പി, അതായത് നമ്മളെ ഈ വാർക്കപ്പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു കെട്ട് കമ്പി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ കമ്പി നമ്മൾ ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കിതൊന്ന് ബെൻഡ് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്കും നമ്മളിത് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പുറത്തോട്ട് വരുന്ന ഈ കമ്പി നമുക്കിതങ്ങ് കട്ട് ചെയ്ത് ഒഴിവാക്കി കളയാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പൈപ്പിലൂടെ ഒഴുകുന്ന സാനിറ്റൈസറിൻ്റെ ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പേനയുടെ ടിപ്പ് എടുത്തിട്ടുണ്ട്. ആ ടിപ്പിൻ്റെ മുകളിലായിട്ട് ഇപ്പോൾ നമ്മുടെ സൂപ്പർ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ടിപ്പ് നമ്മുടെ പൈപ്പിൻ്റെ അറ്റത്തായിട്ട് നമ്മൾ ഒട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാനിറ്റൈസിങ് മെഷീൻ്റെ പമ്പിംഗ് സെക്ഷൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്യൂട്ട് സെക്ഷൻ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ IR പ്രോക്സിമിറ്റി സെൻസറാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മുടെ സെൻസർ നമ്മളവിടെ ഒട്ടിച്ചു കൊടുത്തു. നമ്മുടെ സെൻസർ ഒട്ടിക്കുമ്പോൾ സെൻസറിൽ നിന്നുള്ള 2 LEDs, നമ്മുടെ ട്രാൻസ്മിറ്ററും റിസീവറും പുറത്തേക്ക് വരുന്ന രീതിയിലായിരിക്കണം സെൻസർ ഒട്ടിക്കേണ്ടത്. അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ TIP 32C ട്രാൻസിസ്റ്ററും കൂടി നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ഇതേ ഇവിടെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സോൾഡർ ചെയ്യുമ്പോൾ സർക്യൂട്ട് ഡയഗ്രം നോക്കി സോൾഡർ ചെയ്യുക. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ റെസിസ്റ്റർ എടുത്തിട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ IR സെൻസറിൻ്റെ ഔട്ടിലേക്ക് സോൾഡർ ചെയ്ത് വെച്ച് കൊടുത്തു. അതായത് നമ്മുടെ TIP 32C ട്രാൻസിസ്റ്ററിൻ്റെ ഫസ്റ്റ് ലെഗിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ IR സെൻസറിൻ്റെ ഔട്ട് നെയ്തിയ ലെഗിലേക്ക് നമ്മളത് സോൾഡർ ചെയ്ത് വെച്ച് കൊടുത്തു.
ഇനിയിപ്പോൾ നമ്മുടെ മോട്ടോറിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ, അതായത് മോട്ടറിൽ നിന്ന് വരുന്ന നെഗറ്റീവ് വയർ എടുത്തിട്ട് നമ്മുടെ IR സെൻസറിൻ്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് നമുക്കത് സോൾഡർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ മോട്ടറിൽ നിന്ന് വരുന്ന റെഡ് വയർ, അതായത് മോട്ടറിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ കണക്ടറിലേക്ക് വെച്ച് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ചെയ്തത് നമ്മുടെ മോട്ടോറിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ എടുത്തിട്ട് നമ്മുടെ സെൻസറിൻ്റെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തു. അതുപോലെ തന്നെ റെഡ് വയർ എടുത്തിട്ട് നമ്മുടെ ICയുടെ കണക്ടറിലേക്കും സോൾഡർ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മളൊരു ചെറിയ പീസ് വയർ എടുത്തിട്ട് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്കും അതുപോലെ തന്നെ നമ്മുടെ IR സെൻസറിൻ്റെ VCCയിലേക്കും സോൾഡർ ചെയ്ത് വെച്ച് കൊടുത്തു. അപ്പോൾ അതേ നമ്മൾ ചെയ്തത് നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ തേർഡ് ലെഗിൽ നിന്ന് നമ്മുടെ IR സെൻസറിൻ്റെ തേർഡ് ലെഗിലേക്ക്, അതായത് VCCയിലേക്ക് നമ്മൾ സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്തത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സാനിറ്റൈസിങ് മെഷീൻ്റെ സർക്യൂട്ട് സെക്ഷൻ നമ്മൾ കുറച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സാനിറ്റൈസിങ് മെഷീന് വേണ്ടിയിട്ടുള്ള സപ്ലൈ കൊടുക്കണം. അപ്പോൾ സപ്ലൈ സെക്ഷനാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, നമ്മുടെ സപ്ലൈ സെക്ഷനിലേക്ക് വേണ്ട ഇലക്ട്രോണിക് കോമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇതിനായിട്ട് വേണ്ടത് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പം നമ്മുടെ ഈ ഒരു 9 വോൾട്ട് ബാറ്ററിക്ക് ഏകദേശം ഒരു 20 രൂപ വില വരുന്നുള്ളൂ. പിന്നെ അതിന് കണക്ട് ചെയ്യാൻ പറ്റിയ അതിനൊരു ക്ലിപ്പ്, അതായത് നമ്മുടെ ബാറ്ററി ക്ലിപ്പും കൂടി നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് 7805 വോൾട്ട് റെഗുലേറ്റർ IC ആണ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച് നമ്മുടെ ഈ 7805 ICയുടെ ഫസ്റ്റ് ലെഗ് നമുക്കൊന്ന് ലെഫ്റ്റിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ തേർഡ് ലെഗ്, അതായത് ലാസ്റ്റ് ലെഗ് നമുക്കൊന്ന് റൈറ്റിലേക്കും ബെൻഡ് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മൾ 9 വോൾട്ട് ബാറ്ററി ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെടുത്ത 9 വോൾട്ട് ബാറ്ററി ക്ലിപ്പിൽ നിന്ന് വരുന്ന റെഡ് വയർ, അതായത് 9 വോൾട്ട് ബാറ്ററി ക്ലിപ്പിൽ നിന്ന് വരുന്ന പോസിറ്റീവ് വയർ നമ്മുടെ 7805 ICയുടെ ഫസ്റ്റ് ലെഗിൽ നമ്മളത് സോൾഡർ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആ മിഡിൽ ലെഗിൽ നമ്മളൊരു ബ്ലാക്ക് വയർ, അതായത് കണക്ടറിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയറും കൂടി സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. അവിടെ തന്നെ ചെറിയൊരു പീസ് ബ്ലാക്ക് വയറും കൂടി നമ്മൾ സോൾഡർ ചെയ്തു. പിന്നെ നമ്മുടെ ലാസ്റ്റ് ലെഗിൽ നമ്മളൊരു റെഡ് വയറും കൂടി സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, സംഭവം സെറ്റായിട്ടുണ്ട്. നമ്മുടെ ബാറ്ററി ക്ലിപ്പ് നമ്മുടെ 7805 ICക്ക് കൊടുത്ത് അവിടുന്ന് നമ്മൾ 2 വയർ ഔട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ 7805 IC നമ്മുടെ പ്ലാറ്റ്ഫോമിൽ സെൻസറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ച് അത് അവിടെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ബ്ലാക്ക് വയർ എടുത്തിട്ട് നമ്മുടെ സെൻസറിൻ്റെ ഗ്രൗണ്ടിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. പിന്നെ ആ റെഡ് വയർ എടുത്തിട്ട് നമ്മുടെ സെൻസറിൻ്റെ VCCയിലേക്ക് നമുക്ക് സോൾഡർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീൻ്റെ പ്ലംബിംഗ് സെക്ഷനും അതുപോലെ തന്നെ സർക്യൂട്ട് സെക്ഷനും മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമുക്ക് ഇതിലേക്ക് നമ്മുടെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സാനിറ്റൈസർ ഒഴിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സാനിറ്റൈസർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ടെസ്റ്റിംഗ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള സാനിറ്റൈസർ നമ്മൾ ഈ ഡബ്ബയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സാനിറ്റൈസർ നമ്മളെ ഡബ്ബയിലേക്ക്, അതായത് നമ്മുടെ ഈ ഒരു സാനിറ്റൈസിങ് മെഷീൻ്റെ ഡബ്ബയിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ 9 വോൾട്ട് ബാറ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മളെടുത്ത ബാറ്ററി നമ്മളെ ഈ ബാറ്ററി ക്ലിപ്പിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ബാറ്ററി കണക്ട് ചെയ്ത സമയത്ത് തന്നെ നമ്മുടെ സെൻസറിൽ ഇൻഡിക്കേഷനായിട്ടൊരു റെഡ് ലൈറ്റ് കത്തുന്നതാണ്. എന്നിട്ട് നമുക്ക് നമ്മുടെ കൈവച്ച് ഇത് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതേ നമ്മുടെ കൈവച്ചപ്പോൾ തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ സാനിറ്റൈസർ വരുന്നുണ്ട്. നമ്മുടെ ആ സെൻസറിൽ നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന സമയത്ത് തന്നെ നമ്മുടെ സാനിറ്റൈസർ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ഒരു ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസിങ് മെഷീൻ? സംഭവം അടിപൊളിയായിരുന്നു. നമ്മൾ കൈവച്ചാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സാനിറ്റൈസർ നമ്മളെ മെഷീനിലൂടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മളെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ വീഡിയോയുടെ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, പുതിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.